Hello guys, welcome back to my YouTube channel. This is TTS Gaming has on ഒരു പുതിയ വീഡിയോ. അപ്പോൾ ഈ നമ്മൾ ഇന്ന് കളിക്കാൻ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ നൈറ്റ് സർവൈവിംഗ് 3D. അപ്പോൾ ഈ നമുക്ക് ബൈക്ക് ഉണ്ട്, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോയേക്കാം. അപ്പോൾ ഈ നമ്മുടെ ബൈക്ക് തിരിച്ചാ ബൈക്ക് കിട്ടിയില്ലായിരുന്നു, വെക്കണം. CCTV ഒക്കെ ഇനി വെച്ചൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ നമുക്കിനി നോക്കാം എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ഓർക്കുന്നുണ്ടോ, നമ്മുടെ പ്രദീപ് ഒരു ബുള്ളറ്റ് എടുക്കാൻ പറഞ്ഞേ. അപ്പോൾ നമ്മളൊരു ഡിഫൻഡർ എടുത്തില്ലായിരുന്നോ? ആ ഡിഫൻഡർ ഇപ്പോൾ പോലീസ് ബുക്കിയേക്കോ. എങ്ങനെയാണ് ബുക്കിയെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പ്രദീപ് ഇപ്പോൾ ഈ 3 മണിയായപ്പോഴാണ് നമ്മൾ പ്രദീപ് പറയുന്നത്. രാവിലെ 3 മണി. രാവിലെ ഞാൻ എണീറ്റ് നോക്കുമ്പോൾ നല്ല കിടുക്കാച്ചു മഴ. ഇന്നലെ എന്താണ് എടുത്ത് വന്നിട്ട് പ്രദീപ് ഇപ്പോഴാണ് പറയുന്നത്. നേരത്തെ പറയുമായിരുന്നു കൊള്ളായിരുന്നു. നല്ല ഇടിവട്ടി മഴയായിട്ട് പറയാതിരിക്കും, ഈ ഇടിവട്ടി മഴ. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ഇതെടുത്ത് പ്രദീപിന് കൊടുക്കണം. ആ ഡിഫൻഡർ കുറച്ച് സീന പരിപാടിയാണ്. എങ്ങാനും അവിടെ രാത്രി പോലീസ് 3 മണിക്കൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മളതിനെ കൊല്ലും, അത്രേ ഉള്ളൂ. ഇപ്പോൾ എത്ര പോലീസ് വരുവാണെങ്കിൽ നമ്മൾ ടാസ്ക് പിടിച്ചത്. പിന്നെ നമ്മുടെ പ്രദീപ് പറഞ്ഞേക്കും നമുക്ക് 2 കോടി തരാമെന്നാണ്. എന്നാൽ പിന്നെ നമ്മുടെ ബൈക്കൊന്നും എടുക്കുന്നില്ല. ബൈക്ക് എടുത്താൽ ഭയങ്കര ഒച്ചയായി പിന്നെ നമ്മുടെ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സൈക്കിൾ എടുത്താൽ പോകുന്നത്. സൈക്കിൾ എടുത്താൽ മാത്രം വലിയ ഒച്ചയൊന്നും വരത്തില്ലല്ലോ. ഇങ്ങനെ ഇവിടെ ഭയങ്കര ഇടിവെട്ടി മഴയാണ് കേട്ടോ. ഞാൻ മഴയും കൊണ്ട് മിക്കവാറും പനി പിടിക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രദീപ് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് തരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഏക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ പ്രദീപ് പറഞ്ഞില്ല സത്യങ്ങളെ നടക്കത്തുള്ളൂ. ഞാനൊരു ഇപ്പോഴാണ് ലൈറ്റ് ഇടുന്നത് സൈക്കിളിൻ്റെ, ഞാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് യൂസ് കേട്ടോ. ഇപ്പോൾ വീഴണ്ടായിരുന്നു, കടയിൽ കുത്തി. ഏകദേശം നമ്മുടെ സ്റ്റേഷൻ എത്താറായി. പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഓക്കെ ഞാൻ ഓർത്തപ്പോൾ ഇതെന്ത് ഇവിടെ ഭയങ്കര ഗില്ലൊക്കെ ഇട്ടേന്. ഈ കേസ് ഏകദേശം നമ്മുടെ സ്റ്റേഷൻ എത്താറായിരുന്നു. ഞാൻ ഈ ലൈറ്റ് അങ്ങോട്ട് പയ്യെ ഓഫാക്കിയേക്കുവാണേ. ആരെയിലൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്കപ്പോൾ നമുക്ക് നമ്മുടെ സൈക്കിളെ അങ്ങോട്ട് ഇട്ടേക്കാം. ഈ ഇതിൻ്റെ ബാക്കിലോട്ട് ഇട്ടേക്കാം. അവിടെ ഒരാൾ കയറിപ്പോന്ന് ഞാൻ കണ്ട്. ആരെയിലൊന്നും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു മാസ്ക് ഇട്ടേക്കാം. ഞാൻ ഇതും പിടിച്ചേക്ക് മാസ്ക് ഇട്ടേക്കാം കേട്ടോ. നമുക്ക് ഈ മാസ്ക് ഇട്ടേക്കാം. ഓക്കെ ഞാൻ ഈ ഒരു തോക്കെടുക്കുവാണ്. അവിടെ പോലീസ് ഇപ്പുണ്ട്. എന്നാ ചെയ്യും? ഒന്നും നോക്കണ്ട, അവന്മാരെല്ലാം കൊന്നു. നമുക്ക് മിഷീൻ കണ്ടെടുക്കാം. ഇവിടെ ആരും കാണാതെ ബാക്കിൽ ഇട്ടേക്കുമായിരുന്നു. നമ്മുടെ ഡിഫൻഡറല്ലേ കിടക്കുന്നേ. അതിൻ്റെ ഒരു പരിപാടിയാണ്. ഇവിടെ എന്തായാലും പോലീസായിട്ടുണ്ട്. ഈ വണ്ടിക്കൊരു പരിക്കില്ലാതെ കൊടുക്കണമെന്നാണ് നമ്മുടെ പ്രദീപ് പറഞ്ഞേക്കുന്നത്. ഇത് നേരെ ട്രെയിൻ സ്റ്റേഷനിൽ വന്ന് ഇട്ടാൽ മതി. പിന്നെ അവൻ്റെ ആൾക്കാരൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഞാനൊരു ഈ റോക്കർ റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തായാലും നല്ല ഫുൾ പോലീസായി കാണും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ടിലോട്ട് വരിക. എനിക്ക് ഞാൻ കുറച്ച് മാറിയിട്ടടിക്കാം, അല്ലെങ്കിൽ ഇത് പൊടിച്ചു. എൻ്റെ മോൻ അമ്മ 2 വണ്ടി പൊട്ടിയിട്ടുണ്ട്. അറിയില്ലല്ലോ, പോലീസ് പെട്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഫുൾ 1 സ്റ്റാർ തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? അതെ, ഒരു
ഒരുത്തവനല്ല നിൽക്കുന്നത്. അവനെ ഇപ്പൊ കൊല്ലാതെ സത്തില്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ 1 സ്റ്റാർ പോയിട്ടുണ്ട്. ഇതാണ് തക്ക സമയം. ഇപ്പോൾ നമ്മുടെ ഡിഫൻഡർ എടുത്ത് നമുക്ക് നേരെ പോയേക്കാം. നമ്മൾ എല്ലാ സ്റ്റാറും പോയിട്ടുണ്ട്. ഇനി പോലീസ് വരുന്ന മുമ്പ് ഇപ്പം നേരെ പോയേക്കാം. ഇത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പോയേക്കാം. വണ്ടി എടുത്തു. എടാ കീയൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മണ്ടന്മാര് മൊത്തന്മാര്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് വേണോ? വേണ്ട. ലൈറ്റിട്ടു ഒന്നും കാണാനില്ല. നേരെ പോയപ്പോ ഇവിടെ ഒന്നും ഒട്ടും പോലീസില്ല കേട്ടോ. അവിടെയായിരുന്നു പോലീസ്. സ്ക്രാച്ച് പോലും വരത്തില്ല. നമ്മുടെ പ്രദീപ് വന്ന് പ്രദീപിന് ട്രാക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായിരുന്നു. പെട്ടെന്ന് ഓർത്ത് പോലീസ് വന്നു. പെട്ടെന്ന് ഇവിടുത്തെ മഴയൊന്നും പോയിട്ടില്ല. എന്താ 4 മണിയായി കേട്ടോ. പ്രദീപ് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ പ്രദീപിന്റെ ആൾക്കാർ എടുത്തോളാന്നാ പറഞ്ഞത്. ട്രെയിൻസിൽ കുറച്ച് സൂക്ഷിച്ച് ഇരിക്കുന്നു പറഞ്ഞു. ഫുൾ ആൾക്കാരാണ്. ഞാൻ പ്രദീപിനോട് പറഞ്ഞ കുറച്ച് കേക്ക് എടുത്ത് സീനുണ്ടെന്ന്. പ്രദീപ് പറഞ്ഞ ആ സീനൊന്നുമില്ല പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് ഇട്ടേക്കാം. ആൾക്കാരെന്തായാലും കാണും. ഇവിടെ ഇട്ടാ നീ കയറണോ? വേണ്ടല്ലോ, ഇവിടെ കിടക്കട്ടെ. ട്രെയിനിൻ്റെ ആക്കിയിട്ട് ഇപ്പം വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കാം. അവിടെ കിടക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അതെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.